ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം 3-ാം ദിവസത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നിപ്പോൾ ഇവിടെ സൂര്യൻ ഉദിച്ചിങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ ഇതേപോലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മഹാഭാരതം യുദ്ധം ആരംഭിക്കുകയായിരുന്നു. 3-ാം ദിവസം ആരംഭിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൻ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം സ്യ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാ ദാമോദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ ശ്രീഭാഷമാനവേ ദേവി ദയിതായ കൃപാബ്ധി കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനിക വിരതാവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവധന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഭഗവദ്ഗീതേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം ഭോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭിസേവ്യമാനോ സ്മരാമി. ശ്രീമൻരാസരസാരംഭീ വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപിർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയെന്നറിയാം മഹാഭാരതത്തിനെ കേട്ട്. പിന്നെ ലൈവ് ഞാൻ പറഞ്ഞല്ലോ,
നമുക്ക് പറ്റുന്നില്ല, ലൈവ് കവറേജ് ഇഷ്യൂ കാരണം. പിന്നെ നമുക്കന്നേരം റെക്കോർഡ് ചെയ്തിട്ട് തന്നെ ക്ലാസ് എടുക്കാം. ഓക്കെ. മഹാഭാരതം വളരെ നിർണായക ഘട്ടത്തിലേക്ക്, രോമാഞ്ചകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. മൂന്നാം ദിവസം മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രണ്ട് ദിവസത്തെ യുദ്ധത്തിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ആദ്യത്തെ ദിവസം പാണ്ഡവ സൈന്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട യോദ്ധാക്കളാണ് മരിക്കുന്നത്. ഒന്ന് ഉത്തരകുമാരൻ ഭൂമിഞ്ജയൻ്റെ സഹോദരൻ. ഇവർ രണ്ടുപേരും മരിക്കുകയാണ്. ഭൂമിഞ്ജയൻ മരിക്കുന്നത് ശല്യൻ്റെ കൈ കൊണ്ടാണ്. അത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി മുന്നോട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ദിവസം കൗരവർ ഗരുഡവ്യൂഹമാണ് രചിച്ചത്. ചിറകുകളൊക്കെ വിടർത്തി, അതായത് കൗരവ യോദ്ധാക്കൾ ഗരുഡൻ്റെ ആകൃതിയിൽ സൈന്യത്തെ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള സ്ഥാനത്ത് നിർത്തുക. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗരുഡനായിട്ട് തോന്നും, ഗരുഡൻ ഇങ്ങനെ പറക്കുന്നതായിട്ട് തോന്നും. ആ രീതിയിലായിരുന്നു അവരുടെ വ്യൂഹം. ആ ഗരുഡൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഭീഷ്മർ നിൽക്കുന്നു. കണ്ണിൻ്റെ രണ്ട് ഭാഗത്ത് ദ്രോണാചാര്യനും കൃതവർമ്മനും. അതിൻ്റെ തല മുകളിൽ അശ്വത്ഥാമ കൃപാചാര്യൻ. തൊട്ട് പുറകിലായിട്ട് മത്സ്യരാജ്യത്തിൽ നിന്നും കേകയ രാജ്യത്തിൽ നിന്നും വധധന രാജ്യത്തിലെയും സൈനികരുണ്ടായിരുന്നു. അന്നേരം മത്സ്യരാജ്യം വിരാട് രാജ്യത്തെയും മത്സ്യരാജ്യം എന്ന് പറയുന്നത്, അതുകൂടാതെ ഒരു മത്സ്യരാജ്യം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള യോദ്ധാക്കളെല്ലാം ഈ ഗരുഡൻ്റെ രണ്ട് ചിറകുകളുടെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു, എൻ്റെ പുറകിലും. ദുര്യോധൻ്റെ കൂട്ടത്തിലുള്ള അവരെല്ലാവരും ആ ഗരുഡൻ്റെ നടുക്കായിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ വാലിൻ്റെ ഭാഗത്തും. കൗരവ ഗരുഡ വ്യൂഹത്തിനെതിരായിട്ട് പാണ്ഡവർ ഒരു ചന്ദ്രകല ആകൃതിയിലുള്ള വ്യൂഹമാണ് തയ്യാറാക്കിയത്. അതിൻ്റെ ആ രണ്ട് തുമ്പും, ചന്ദ്രകലയുടെ ആ രണ്ട് അറ്റങ്ങളും, അത് സൈനികർക്ക് നേരെ ആ ദിശയിലേക്ക്. ഭീമൻ വലത് മുനയുടെ ഭാഗത്തും, ബാക്കിയുള്ള രാജാക്കന്മാർ ഭീമനെ സപ്പോർട്ട് ചെയ്ത്, ദൃഷ്ടദ്യുമ്നൻ, പിന്നെ പാഞ്ചാല ദേശത്തിലെ യോദ്ധാക്കൾ, അവരൊക്കെ. പിന്നെ അതിന് തൊട്ട് പുറവിലായിട്ട് യുധിഷ്ഠിരൻ. ദൃഷ്ടദ്യുമ്നനും പാഞ്ചാല ദേശത്തെ സൈനികരും അതിൻ്റെ നടുക്കായിട്ട് വന്നു, അതായത് ചന്ദ്രകലാകൃതിയുടെ നടുക്കായിട്ട്. എന്നിട്ട് അതിന് തൊട്ട് പുറകിലായിട്ട് യുധിഷ്ഠിരനെ സംരക്ഷിക്കാനായിട്ട് സാത്വികി, മറ്റു പല യോദ്ധാക്കളും. അർജുനനും അതിൻ്റെ ഇടതു മുനയുടെ ഭാഗത്തായിട്ട് ഘടോത്കചനും ബാക്കിയുള്ള രാക്ഷസ സൈനികത്തിൻ്റെയും കൂട്ടത്തിൽ. അങ്ങനെ രണ്ട് സൈനികരും വീണ്ടും കൂട്ടിമുട്ടി. വലിയ ശബ്ദം ഉണ്ടാകുകയായിരുന്നു, വാദ്യോപകരണങ്ങളുടെയൊക്കെ ശംഖുനാദമൊക്കെ. വലിയ രണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടുന്ന പോലെ തോന്നി.
അങ്ങനെ അവർ രണ്ടുപേരും ഏറ്റുമുട്ടി ഉടൻ തന്നെ യുദ്ധം ആരംഭിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുൻ്റെ ഫുൾ സാഹസികതയും കാണിച്ചു. സൃഷ്ടിയുടെ അന്ത്യഘട്ടത്തിൽ എങ്ങനെയാണോ സംഹാരമൂർത്തിയായിട്ട് മഹാദേവൻ വരുന്ന അതേപോലെ തോന്നി എല്ലാവർക്കും. പല പല യോദ്ധാക്കളും ഒന്നുകിൽ അർജുനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മരിച്ച് ഉപരിലോകങ്ങളിലേക്ക് യാത്രയാകാൻ വേണ്ടി അതിവേഗതയിൽ അർജുൻ്റെ മുമ്പിൽ വരികയായിരുന്നു. പക്ഷെ ആയിരക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീഴുകയാണ്. അർജുൻ ആ കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ അർജുന് ഒരു വഴി തന്നെ തയ്യാറാക്കി. അതായത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കാടൊക്കെ വെട്ടി നികത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു വഴി സൃഷ്ടിക്കപ്പെടത്തില്ല. അതേപോലെ കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ അർജുൻ ഒരു വഴി തന്നെ തയ്യാറാക്കി എന്നുള്ളത്. അന്നേരം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അർജുനൻ സമ്പൂർണ്ണ സൈന്യത്തെ നശിപ്പിക്കുക എന്ന് ദുര്യോധന ഭയം തോന്നി. ദുര്യോധൻ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന യോദ്ധാക്കളോട് പറഞ്ഞു, അർജുനെ ചുറ്റി വളയാൻ പറഞ്ഞു. അന്നേരം എല്ലാ ദിശകളിൽ നിന്നും അർജുനെ കൗരവ സൈന്യം കവർ ചെയ്തു. വലിയ വലിയ കുന്തങ്ങളും ഗദകളും പലതരത്തിലുള്ള ദണ്ഡുകളും ഈ മുൾമുനയുള്ള ആയുധങ്ങളും മഴു അങ്ങനെ പല ആയുധങ്ങളും പിന്നെ അതുകൂടാതെ അസ്ത്രങ്ങളും അയക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇത്രയും ആയുധങ്ങൾ ചുറ്റും അർജുനെതിരെ വരികയാണ്. അന്നേരം അർജുൻ ചിരിച്ചുകൊണ്ട് ആ എല്ലാ ആയുധങ്ങൾക്കും മറുപടി കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അത് എറിഞ്ഞ ആളിനെയും കൂടെ ആക്രമിക്കുകയാണ്. ഇതെല്ലാം എത്ര ലാഘവത്തോടു കൂടിയാണ് അർജുൻ യുദ്ധം ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വളരെ നിഷ്പ്രയാസമാണ് അർജുൻ യുദ്ധം ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവിടെ എല്ലാ ദേവന്മാർ വരെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് എല്ലാവരും സ്തുതിക്കുകയായിരുന്നു. അതായത് ഒരേ സമയത്ത് ആ അർജുനെ ആക്രമിക്കുന്ന ആളുടെ ആയുധത്തെയും തകർക്കുന്നു, അതേ സമയത്ത് ആ ആയുധത്തെ എറിഞ്ഞ ആ വ്യക്തിയും ആക്രമിക്കുകയാണ്. അങ്ങനെ കുരു പ്രധാന സേനാനായകന്മാരുമായിട്ട് അർജുൻ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പാണ്ഡവർ കൗരവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും വളരെ ഭീകരമായിട്ട് യുദ്ധം ചെയ്തു. കുരു സൈന്യത്തെ കുറേ പുറമോട്ട് നീക്കാൻ അവർക്ക് കഴിഞ്ഞു, തുടർച്ചയായിട്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ട്. ഭീമനും ഘടോത്കചനും വളരെ ഭീകരമായിട്ട് യുദ്ധം ചെയ്യായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധന ദേഷ്യം വന്ന് പല്ല് കടിച്ചു പിടിച്ച് ഭീമനെ വെല്ലുവിളിക്കുകയാണ്. ഉടൻ തന്നെ ഭീമൻ നല്ലൊരു അസ്ത്രം ദുര്യോധനെതിരെ അയക്കുകയാണ്. അത് നേരെ ദുര്യോധൻ്റെ നെഞ്ച് പിളർന്നു പോവുകയാണെന്നുള്ളത്. അത് കൊണ്ട ഉടൻ തന്നെ ദുര്യോധൻ ബോധം കെട്ട് വീഴുകയാണ്. ഉടൻ തന്നെ സാരഥി ദുര്യോധനെയും കൊണ്ട് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് ഭീമനും ഘടോത്കചനും യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും ഒന്നിച്ച് യുദ്ധം ചെയ്യുകയാണ്. ഒപ്പം അഭിമന്യും കൂടെ ചേർന്നു. ആ സമയത്ത് അർജുൻ തുടർച്ചയായിട്ട് എല്ലാ രാജാക്കന്മാരെയും വെല്ലുവിളിക്കുന്നു, അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ഒരു കാട്ടുതീ പോലെ പാണ്ഡവ സൈന്യം കൗരവ സൈന്യത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മരും ദ്രോണരും എങ്ങനെയെങ്കിലും അവരുടെ സൈനികരെ ഓടുന്നവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിൽ അവർ വിജയിക്കാൻ കഴിഞ്ഞില്ല. ദുര്യോധന എങ്ങനെയോ ബോധം വന്നു, വീണ്ടും രഥത്തിലേക്ക് കയറി. എന്നിട്ട് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എല്ലാ ഓടുന്ന യോദ്ധാക്കളോടും പറഞ്ഞു, മൂഢരായ യോദ്ധാക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നേ? ഇത് കാരണം നിങ്ങൾക്ക് എന്നും അപമാനം തന്നെ സഹിക്കേണ്ടി വരും. ആണും പെണ്ണും കെട്ടവരെ പോലെ ഓടാതെ വീണ്ടും യുദ്ധത്തിൽ വരും. യുദ്ധം ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലേ? ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിക്കാൻ കഴിയില്ല? തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ യോദ്ധാക്കൾക്ക് നാണക്കേട് തോന്നി. അവർ പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. വീണ്ടും അവരുടെ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. കൗരവ സൈന്യത്തെ കണ്ടപ്പോൾ വലിയൊരു സമുദ്രത്തെ പോലെയായിരുന്നു ഇപ്പോഴും. വീണ്ടും അവർ പാണ്ഡവർക്ക് നേരെ പോവുകയാണ്. ദുര്യോധന നേരെ ഭീഷ്മരെടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ പിതാമഹ. അന്നേരം ഭീഷ്മര് വില്ല് താഴെ വെച്ചിട്ട് ദുര്യോധനെ നോക്കിയാണ്. ദുര്യോധന എന്തായാലും നല്ല ക്രുദ്ധനായിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് വളരെ
ഒരു ദയമായി ഇല്ലാത്ത രീതിയിലായിരുന്നു ദുര്യോധൻ്റെ പറച്ചിൽ. എന്താ പറഞ്ഞേ? പിതാമഹ, എനിക്ക് തോന്നുന്നില്ല പാണ്ഡവർ നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണെന്ന്. അങ്ങ് സ്വയം യുദ്ധം ചെയ്യുന്നു, ദ്രോണാചാര്യ യുദ്ധം ചെയ്യുന്നു, കൃപ, അശ്വത്ഥാമ ഇവരെല്ലാം മഹാരഥികളുള്ളപ്പോൾ അവരെങ്ങനെയാണ് നമ്മുടെ യോദ്ധാക്കളെ ഓടിക്കാൻ കഴിയുന്നത്? അത്രയ്ക്ക് ശക്തരല്ല അവർ. തീർച്ചയായിട്ടും അങ്ങ് പാണ്ഡവ പക്ഷത്തിന് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നമ്മുടെ ആൾക്കാരെ കൊല്ലുമ്പോഴും അങ്ങ് മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്ക് നമ്മുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് ആദ്യമേ പറയണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അങ്ങേ നമ്മുടെ കൂട്ടത്തിലായിരുന്നു കർണനെ സേനാപതിയാക്കിയനെ. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കരുത്. അഥവാ എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇത് കേട്ടോണേ ഭീഷ്മർക്ക് വലിയ ദേഷ്യമായി. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യവും നിന്നോട് പറഞ്ഞു പാണ്ഡവർ അജയരാണ്. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എന്തായാലും ചെയ്യും. നീ എൻ്റെ യുദ്ധം ഇനി നീ കാണൂ. നിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ പാണ്ഡവരെയും അവരുടെ കൂട്ടരെയും ഞാൻ യമപുരിയിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇത് കേട്ടിട്ട് ദുര്യോധന വലിയ സന്തോഷമായി, ചിരിച്ചു. എന്നിട്ട് ഈ വാദ്യം വായിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, നല്ല ഉറക്കെ വാദ്യോപകരണങ്ങൾ വായിക്കൂ, ശംഖൂതാൻ പറഞ്ഞു. അങ്ങനെ നട്ടുച്ചയായിരുന്നു ആ സമയം. മെല്ലെ മെല്ലെ സൂര്യൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മർ പാണ്ഡവർക്ക് നേരെ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കൗരവ യോദ്ധാക്കളും ഭീഷ്മരെ സഹായിക്കാനുണ്ട്. കൗരവരെല്ലാം യുദ്ധത്തിൽ തിരിച്ചു വരുന്നുവെന്ന് കണ്ടപ്പോൾ പാണ്ഡവർക്ക് കൂടുതൽ സന്തോഷമായി. ആ നല്ലൊരു യുദ്ധത്തിനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞ് അവരും അവരുടെ വാദ്യോപകരണങ്ങളും ശംഖുമൊക്കെ ഊതാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം വീണ്ടും പുനരാരംഭിച്ചു. രണ്ട് ഭാഗത്തും കൊയ്ത്ത് കാലത്ത് ഈ കർഷകർ കൊയ്തെടുക്കുന്ന പോലെ വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലായിടത്തും അലർച്ചകൾ മാത്രം കേൾക്കാൻ പറ്റുമായിരുന്നു. നീ അവിടെ തന്നെ നിൽക്ക്, നീ അടിക്ക്, തിരിഞ്ഞിരിക്കുക, നീ ഞാൻ നിന്നെ ആക്രമിക്കാൻ പോവാണ്, നീ മുൻകരുതലോടുകൂടി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിട്ട് ബന്ധപ്പെട്ട അലർച്ച തന്നെ മാത്രമേ കേൾക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ആകാശത്ത് രക്തം ഇങ്ങനെ ചെതറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം ഓരോ ആൾക്കാരെയും കൊല്ലുന്നതിനനുസരിച്ച് രക്തം ഇങ്ങനെ ആകാശത്ത് വീഴുകയായിരുന്നു, തെറിക്കുകയായിരുന്നു. യോദ്ധാക്കൾക്ക് നേരെ ചൊവ്വേ യുദ്ധകളത്തിൽ നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ശവങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയായിരുന്നു. പല പല യോദ്ധാക്കളുടെ കവചങ്ങൾ, അവരുടെ തലക്കെട്ട്, പിന്നെ കിരീടങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ ശവങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഭരണങ്ങളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയായിരുന്നു. നല്ല ഭീകരമായിട്ട് മുറിവേറ്റിട്ടും യോദ്ധാക്കൾ ഭയമില്ലാതെ ശത്രുക്കൾക്കെതിരെ അഭിമാനത്തോടു കൂടി യുദ്ധം ചെയ്യായിരുന്നു. അതേ സമയത്ത് താഴെ വീണ് കിടക്കുന്ന യോദ്ധാക്കൾ, അച്ഛാ, സഹോദര, എന്നെ തഴയരുത് എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും ഒക്കെ അറ്റ് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി ചിലവരാണെങ്കിൽ കഴുത്തറ്റുപോയി, പക്ഷെ എന്നിട്ടും അവരുടെ ശവം അത് മനസ്സിലാക്കാതെ ശവം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ദുര്യോധനോട് കൊടുത്ത ആ പ്രതിജ്ഞ ഭീഷ്മർ നിറവേറ്റാൻ ആരംഭിച്ചു. വലിയ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു യുദ്ധകളത്തിൽ. ഭീഷ്മരുടെ ആ വില്ല് എപ്പോഴും വളഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. അത് നിവരുന്നതായിട്ട് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. തുടർച്ചയായിട്ട് അതിഭീകരമായിട്ടുള്ള അസ്ത്രങ്ങൾ എല്ലാ ദിശകളിലേക്കും പറക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് യോദ്ധാക്കൾ ചത്തു വീഴുകയായിരുന്നു. അതിലെ ഒരു അസ്ത്രം പോലും അതിൻ്റെ ഉന്നം തെറ്റിയില്ലെന്നുള്ളതാണ്. പാണ്ഡവരുടെ സൈന്യത്തിൻ്റെ എല്ലാ ദിശകളിലേക്കും അസ്ത്രം പോവുകയായിരുന്നു. അതും അയക്കുന്നതിന് മുമ്പേ അവരുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അസ്ത്രം അവരെ ചീറിപ്പാഞ്ഞ് ചെല്ലും, അവരുടെ ദേഹത്ത് കുത്തിക്കൊല്ലും, കയറും എന്നുള്ളതാണ്. എന്നിട്ട് ഭീഷ്മരുടെ രഥം അതിവിദഗ്ധമായിട്ട് പല ദിശകളിലേക്കും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിവേഗതയിലും പോവുകയായിരുന്നു. അന്നേരം എല്ലാവർക്കും തോന്നി ഭീഷ്മർ എല്ലാ സമയത്തും എല്ലാ ദിശകളിലും ഉള്ളതായിട്ട്. അത്രയ്ക്ക് വേഗത്തിലായിരുന്നു രഥം പോകുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ പോകുമ്പോൾ ഒരു വഴി സൃഷ്ടിച്ചതുപോലെ
പാണ്ഡവ സൈന്യർക്കെതിരെ ഭീഷ്മർ പോയ വഴിയെ കാണാൻ പറ്റുമായിരുന്നു. കാരണം അവിടെ എല്ലാം യോദ്ധാക്കളുടെ ആ സ്ഥാനം റിക്തമായിരിക്കുന്നു. അത്രയ്ക്ക് ഒരു വഴി തന്നെ സൃഷ്ടിച്ചു ഈ വ്യൂഹത്തിനെതിരെ നടുവിലായിട്ട്. അന്നേരം എല്ലാവർക്കും തോന്നി അദ്ദേഹം എന്തോ പല പല സിദ്ധികൾ കൊണ്ട് 1000 രൂപങ്ങൾ ഒരേ സമയത്ത് എടുത്തു എന്ന് തോന്നി. കാരണം എവിടെ നോക്കിയാലും ഭീഷ്മരായിരുന്നു. ആർക്കും ഭീഷ്മരെ നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്നത് അസംഖ്യം അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നതായിട്ടാണ്. പാണ്ഡവരും പാണ്ഡവ കൂട്ടരും എല്ലാവരും വിഷമിക്കാൻ തുടങ്ങി. ആരെങ്കിലും നല്ല ധൈര്യത്തോടു കൂടി ഭീഷ്മരെ നേരിടാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ മരിച്ചിരിക്കും എന്നുള്ളതാണ്. ആരൊക്കെ വന്നോ അവരെല്ലാം മരിച്ചു വീഴുകയാണ്. ഒറ്റ അസ്ത്രം കൊണ്ട് ഭീഷ്മർ ആനപ്പുറത്തിരിക്കുന്ന 3-4 യോദ്ധാക്കളെ ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ കൊല്ലും എന്നുള്ളതാണ്. എന്നിട്ട് അടുത്തൊരു അസ്ത്രം കൊണ്ട് ആനയെ തന്നെ കൊല്ലും എന്നുള്ളതാണ്. കുതിരകളും കുതിരപ്പടയാളികളും എല്ലാം ഈ കാറ്റത്ത് ഇലകൾ പറക്കുന്ന പോലെ പറക്കുമായിരുന്നു. പാണ്ഡവ സൈന്യത്തിലുള്ള എല്ലാവരും ഭയന്ന് ഓടാൻ തുടങ്ങി എല്ലാ ദിശകളിലേക്കും. അതായത് അവരുടെ ഭയത്തെക്കുറിച്ച് നമ്മൾ ഊഹിക്കാൻ പറ്റും ഇങ്ങനെ. അതായത് 2 പേര് ഒന്നിച്ച് പാണ്ഡവ സൈന്യത്തിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഭയം കൊണ്ട് എല്ലാവരും ഓടുകയായിരുന്നു. എല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഓടുകയായിരുന്നു. പല യോദ്ധാക്കളും മുടിയൊക്കെ ഇങ്ങനെ പാടി പറന്ന് ഈ വസ്ത്രങ്ങളെല്ലാം ദേഹത്ത് നിന്ന് അഴിഞ്ഞു മാറി അവർ ഭയത്താൽ ഓടുന്നതായിട്ട് കണ്ടു. അവരുടെ ആയുധങ്ങളൊക്കെ എറിഞ്ഞിട്ട് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. പാണ്ഡവ സൈന്യത്തിലെ പ്രധാന യോദ്ധാക്കൾ വരെ ഭീഷ്മരുടെ ഈ ഭീകര യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന, നീ ഭീഷ്മരെ ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്കാണ് നമ്മുടെ സൈന്യത്തെ ഇപ്പം തീർത്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് നടപടി എടുക്കണം, അല്ലെങ്കിൽ എല്ലാം നഷ്ടമാവുന്നു. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചതല്ലേ നീ കൗരവ യോദ്ധാക്കളെ എല്ലാവരെയും കൊല്ലുമെന്ന്, ഭീഷ്മരെയും ദ്രോണരെയും ഉൾപ്പെടെ. അതുകൊണ്ട് ഭീഭത്സു, കുന്തിപുത്ര, നിൻ്റെ വാക്ക് പാലിക്കാൻ സമയമായി. ഭീഷ്മരുടെ മുമ്പേ നേരിടാൻ പറഞ്ഞു. ആളിപ്പോൾ ഒരു അന്ധകനായിട്ടിരിക്കുകയാണ്, എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അർജുനൻ ആ ദിശയിലേക്ക് നോക്കി. അന്നേരം അർജുന് സ്വന്തം സൈനികരാണ് മരിച്ചു വീഴുന്നതെന്ന് കണ്ടിട്ടും അർജുന് ഭീഷ്മരോടുള്ള ബഹുമാനം ഒരുപാട് കൂടി. ആദ്യമായിട്ടാണ് ഭീഷ്മരുടെ ഇത്രയും ഭീകരമായിട്ടുള്ള യുദ്ധം കാണുന്നത്. ഭീഷ്മരുടെ ആ കഴിവ് അസാമാന്യം തന്നെ എന്ന് ചിന്തിച്ചു. പക്ഷേ അതേ സമയത്ത് അർജുൻ ചിന്തിച്ചു, അർജുനൊരു കർത്തവ്യമുണ്ട്. ഭീഷ്മർ ദുര്യോധൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ദുര്യോധനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് അർജുൻ അങ്ങോട്ട് ദേഷ്യം കയറി വന്നു. അങ്ങനെ ആ കൗരവ സൈന്യം സമുദ്രത്തെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ സൈന്യത്തെ കണ്ടിട്ട് അർജുൻ കേശവനോട് പറഞ്ഞു, കേശവ, എത്രയും പെട്ടെന്ന് എൻ്റെ രഥം ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിക്കും. ഞാൻ ഇന്ന് അജയനായിട്ടുള്ള ആ ഭീഷ്മരെ വധിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ഭഗവാൻ ആ വെള്ളക്കുതിരകളെ അതിമനോഹരമായിട്ടുള്ള ആ രഥത്തെയും നേരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാക്ഷാൽ അർജുൻ തന്നെ ഭീഷ്മരുമായിട്ട് യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ പാണ്ഡവർക്കൊരു ധൈര്യം വന്നു. അവരെല്ലാവരും വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് ഒത്തുകൂടി. ഭീഷ്മർ അർജുനെ കണ്ടു. ഉടനെ ഭീഷ്മരും ഒരു സന്തോഷത്തോടു കൂടി ഒരു സിംഹം ഗർജിക്കുന്ന പോലെ ഒരു ഉത്സാഹം പ്രകടിപ്പിച്ചു. ഒട്ടും സമയം പാഴാക്കാതെ ഭീഷ്മർ അസംഖ്യം അസ്ത്രങ്ങൾ അർജുനെതിരെ അയക്കുകയാണ്. നിമിഷങ്ങൾക്കകം അർജുൻ്റെ രഥം, അർജുൻ്റെ കൊടിയടയാളം, ഭഗവാനെയും ആരെയും കാണാൻ കഴിയുന്നില്ല. ഒരു അസ്ത്രങ്ങൾ കൊണ്ടൊരു തുണിയിട്ട് മറച്ചതുപോലെ തോന്നി. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ വളരെ വിദഗ്ധമായിട്ട് രഥത്തെ ആ അസ്ത്രങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, അസ്ത്രങ്ങൾ കൊള്ളാത്ത രീതിയിൽ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ള ഒരു അസ്ത്രം പോലും അർജുനന് നേരെ കൊള്ളാൻ പറ്റിയില്ല. ആ രീതിയിൽ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എന്നുള്ളതാണ്. എന്നിട്ട് ആ അസ്ത്രങ്ങളുടെ നടുവിൽ നിന്നും ഭഗവാൻ പുറത്തു വരികയാണ്.
അതേ സമയത്ത് അർജുൻ 4 ഭീകരമായിട്ടുള്ള അസ്ത്രങ്ങളെ ഭീഷ്മരുടെ വില്ല് അതുകൊണ്ട് 4 അസ്ത്രങ്ങൾ കൊണ്ട് ഭീഷ്മരുടെ വില്ല് തകർക്കുകയാണ്. ഭീഷ്മർക്ക് ദേഷ്യം വന്നു. വീണ്ടും പുതിയൊരു വില്ലെടുത്തു, അതിൻ്റെ ഞാണ് കെട്ടി നിമിഷകകം അർജുൻ ആ വില്ലിനെയും പൊട്ടിച്ചു എന്നുള്ളത്. ഉടനെ ഭീഷ്മർ പ്രശംസിച്ചു, പാർത്ഥ, പാണ്ഡുപുത്ര, മിടുക്കൻ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നിൻ്റെ ഈ യുദ്ധം കണ്ടിട്ട്. പക്ഷെ എന്നാലും നീ യഥാർത്ഥ യുദ്ധം കാണാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷ്മർ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭീഷ്മർ രഥത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി യുദ്ധം ചെയ്യുകയായിരുന്നു. പുതിയൊരു വില്ലും എടുത്തിട്ട് അസംഖ്യം അസ്ത്രങ്ങളെ അർജുനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ വളരെ വിദഗ്ധമായിട്ട് രഥത്തെ ആ ഓരോ അസ്ത്രത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റും. ഇത്രയും അസ്ത്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ, അതായത് അർജുനെയും ഭഗവാനെയും രഥത്തെയും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിയിട്ടും ഒരസ്ത്രങ്ങൾ പോലും അർജുനെ കൊള്ളാത്ത രീതിയിൽ ഭഗവാൻ രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എന്നുള്ളതാണ്. അന്നേരം രഥമാണെങ്കിൽ ഭഗവാൻ രഥം ഭീഷ്മർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അന്നേരം അർജുൻ എപ്പോഴും ഭീഷ്മർക്ക് നേരെ, അതായത് ഭീഷ്മര് നടുക്കും ഭഗവാനും അർജുനും രഥത്തിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അർജുൻ ഭീഷ്മർക്ക് നേരെ അസ്ത്രം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഭീഷ്മർ തിരിച്ച് അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആ അസ്ത്രങ്ങൾ ഭഗവാൻ അർജുനെ ഇടയ്ക്ക് കൊള്ളുകയും കൂടി ചെയ്തു. അന്നേരം അവരെ രണ്ടുപേരും കാണുമ്പോഴത്തേക്ക് രണ്ട് കാളകൾ യുദ്ധത്തിനായിട്ട് ഇങ്ങനെ അടികൂടാനായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ഭീഷ്മർ ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാനും വിചാരിച്ചു ഈ ഭീഷ്മരെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. കാരണം ഇങ്ങനെ ചുറ്റും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഭീഷ്മർക്ക് ചില അസ്ത്രങ്ങൾ ഭഗവാനെയും അർജുനെയും കൊള്ളിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അന്നേരം അർജുൻ്റെ രഥം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും മൂടുന്നതായിട്ട് കണ്ട് ദൃഷ്ടദ്യുമ്നൻ അർജുനെ സഹായിക്കാൻ എത്തുകയാണ്. കൂട്ടത്തിൽ വലിയൊരു പാണ്ഡവ സൈന്യം. അവരെല്ലാം ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ എറിയുകയാണുള്ളത്. അതേ സമയത്ത് നകുല സഹദേവന്മാരും ഭീഷ്മർക്കെതിരെ അസ്ത്രം അയച്ചു. അങ്ങനെ അർജുനന് കുറച്ച് സമയം കിട്ടി. അർജുനും ആ സമയത്ത് അസംഖ്യം അസ്ത്രങ്ങൾ ഭീഷ്മർക്കെതിരെ എറിയുകയാണുള്ളത്. അതുകൂടാതെ ഭീഷ്മരെ സഹായിക്കുന്ന രാജാക്കന്മാർക്കെതിരെ. ഉടൻ തന്നെ ഭീഷ്മരെ സഹായിക്കാനായിട്ട് ഒരു കൂട്ടം കൗരവ യോദ്ധാക്കളെത്തി. അതൊരു പൊതു യുദ്ധമായിട്ട് മാറി. അങ്ങനെ രണ്ടുപേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. വീണ്ടും ശംഖൂതി എല്ലാവരും അവരവരുടെ ആയുധങ്ങൾ താഴ്ത്തി എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ ശിബിരത്തിലേക്ക് പോയി. രണ്ട് പക്ഷത്തും വലിയ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് പാണ്ഡവ പക്ഷത്തായിരുന്നു. രാക്ഷസന്മാരും ഭീകരജീവികളും പക്ഷികളും എല്ലാം യുദ്ധകളത്തിൽ വന്ന് ശവങ്ങളെയൊക്കെ കുത്തി കീറാൻ തുടങ്ങി. എന്നിട്ട് മൂന്നാമത്തെ ദിവസം രാത്രിയിലേക്ക് എല്ലാ യോദ്ധാക്കളും വിശ്രമിക്കാൻ പോയി. ഈ മൂന്നാമത്തെ ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷമായിരുന്നു. ധൃതരാഷ്ട്ര വിചാരിച്ചു, അർജുനും കൃഷ്ണനും ഒന്നിച്ചിട്ട് പോലും ഭീഷ്മരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഇനി ദ്രോണരുമുണ്ട്, ഭീഷ്മരെക്കാട്ടിയും ശക്തരാണെന്ന് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്. കൃപാചാര്യരുണ്ട്, അശ്വത്ഥാമമുണ്ട്, ഇങ്ങനെ എത്രയോ മഹാരഥികളുണ്ട്. അതുകൊണ്ട് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്, പാണ്ഡവരെങ്ങനെയെങ്കിലും ഭീഷ്മരെ വീഴ്ത്താൻ കഴിഞ്ഞാലും കർണൻ ഇനിയും ഉണ്ടല്ലോ. കർണൻ ഇനിയും യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കർണൻ്റെ ശക്തിയും വളരെ ശക്തമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഇതുവരെയും യുദ്ധം ചെയ്ത് തളർന്നിട്ടുമില്ല. അങ്ങനെ ധൃതരാഷ്ട്ര വളരെ ആകാംക്ഷയോടുകൂടി 4ാമത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 4ാമത്തെ ദിവസം രാവിലെ അർജുനൻ പാണ്ഡവ സൈനികരെ ഒരു മുതലയുടെ വ്യൂഹത്തിൽ തയ്യാറാക്കുകയാണ്. ദൂരെ നോക്കിയ ഒരു കൂട്ടം കാർമേഘങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന പോലെ തോന്നും. എന്നിട്ട് ഇതിന് പകരമായിട്ട് കൗരവ സൈന്യവും
ഒരു ശക്തമായിട്ടുള്ളൊരു വ്യൂഹം തയ്യാറാക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഏറ്റുമുട്ടിയപ്പോൾ, രണ്ട് കൂട്ടരും ഏറ്റുമുട്ടിയപ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. രണ്ട് പക്ഷത്തെയും പ്രധാന യോദ്ധാക്കൾ വളരെ ശക്തമായിട്ട് കൂട്ടിമുട്ടി എന്നുള്ളത്. കാൽപ്പടയാളികൾ അവരവരുടെ കൈബലത്താൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ഭീഷ്മരുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കാരണം എല്ലാ പാണ്ഡവരും നിരുത്സാഹിതരായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ എല്ലാവർക്കും പ്രചോദനം കൊടുത്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയായിരുന്നു യുദ്ധം ചെയ്യുന്നത്. അർജുനൻ തുടർച്ചയായിട്ട് ഭീഷ്മരായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ ഭീഷ്മരെ തടഞ്ഞു നിർത്തുകയാണ്. അതേ സമയത്ത് ദൃഷ്ടദ്യുമ്നനും ബാക്കിയുള്ള യോദ്ധാക്കളും ഒരുപാട് കൗരവ യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഭീമൻ ചിന്തിക്കുകയായിരുന്നു, ധൃതരാഷ്ട്ര പുത്രന്മാരെ ഞാൻ കൊല്ലുന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഭീമൻ ധൃതരാഷ്ട്ര പുത്രന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധകളത്തിൽ ഇങ്ങനെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ദുര്യോധന സഹോദരന്മാരുടെ രഥത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി കറക്റ്റ് ദുര്യോധൻ്റെ രഥത്തിൻ്റെ അവിടെ എത്തി. അന്നേരം ദുര്യോധനെ കണ്ടപ്പോൾ ഭീമൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ദുര്യോധന ചുറ്റും തന്നെ എല്ലാ സഹോദരന്മാരും നിരന്ന് നിൽക്കുകയായിരുന്നു. അന്നേരം ഭീമൻ വിചാരിച്ചു, ഇതാണ് നല്ല അവസരം. ദുര്യോധൻ ഭീമനെ നേരിട്ട് കണ്ടു. രണ്ടുപേരും കുറേ നേരം സൂക്ഷിച്ച് രണ്ടുപേരെയും നോക്കി. എന്നിട്ട് ഭീമൻ എന്ത് ചെയ്തു, ഗദയെടുത്ത് അലറിക്കൊണ്ട് ദുര്യോധനന് എതിരെ ഓടി വരികയാണ്. ഉടൻ തന്നെ ദുര്യോധൻ കൈവച്ച് കൈ ആംഗ്യം കാണിച്ച് ദുര്യോധൻ പറഞ്ഞു, ഒരു കൂട്ടം ആനയുടെ ഒരു വലിയൊരു ടീമുണ്ടായിരുന്നു, അവരോട് ഭീമനെ ആക്രമിക്കാൻ പറഞ്ഞു. അന്നേരം ഭീമൻ്റെ ഒരു പ്രത്യേകത മഹാഭാരതത്തിൽ എടുത്ത് പറയുന്നു, ഭീമൻ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നാക്ക് പുറത്തിടും. ഇങ്ങനെ ഭീമന് വല്ല സന്തോഷമുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഭീമൻ ഇങ്ങനെ ആക്കും. അന്നേരം അതേപോലെ ഭീമൻ നാക്കൊക്കെ പുറത്തിട്ട് ഗദ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീമൻ ഹരേ കൃഷ്ണ. അന്നേരം ഭീമൻ വളരെ ഭീകരമായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ഭീമൻ ചാടി രഥത്തിൽ നിന്ന് ഇറങ്ങി നേരെ ആ ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ ഗദ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഗദ കറക്കി ഓരോന്നോരോന്നായിട്ട് ആനകളിങ്ങനെ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ ആർക്കും ഭീമനെ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വലിയൊരു തീയുടെ ഗോളം ഇങ്ങനെ കറങ്ങുന്ന പോലെ എല്ലാവർക്കും തോന്നുമായിരുന്നു. എന്നിട്ട് അത് കൂടാതെ ഭീമൻ്റെ അലർച്ച വളരെ ഭീകരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കി എല്ലാവർക്കും ഭയം തോന്നി. ആനകൾ വരെ പേടിച്ച് ഓടാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഭീമന് തൊട്ടു പുറകിലായിട്ട് അഭിമന്യു, ദ്രൗപദി പുത്രന്മാരെല്ലാവരും, ദൃഷ്ടദ്യുമ്നൻ, നകുല സഹദേവന്മാരെല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഈ ആനപ്പുറത്തിരുന്ന പല പല യോദ്ധാക്കളും മരിച്ചു വീഴുകയാണ്. അതായത് വലിയൊരു മലയുടെ മുകളിലിരിക്കുന്ന മരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വീഴുന്ന പോലെ എല്ലാവർക്കും തോന്നുകയായിരുന്നു. ഈ ആനക്കൂട്ടത്തിൻ്റെ നേതാവായ മഗധരാജൻ നേരെ അഭിമന്യുവിനെതിരെ വരികയാണ്. അന്നേരം ആ ആനയാണെങ്കിൽ ഐരാവത്തിനെ പോലെ ശക്തമായിരുന്നു. അന്നേരം ആ ആന അഭിമന്യുവിനെ ആക്രമിക്കാൻ വരുന്നതായിട്ട് കണ്ടിട്ട് അഭിമന്യു ഒട്ടും ഭയപ്പെട്ടില്ല. നല്ല മൂർച്ചയേറിയ ഒരു അസ്ത്രം എടുത്ത് നേരെ ആനയുടെ ആ മസ്തകത്തിൻ്റെ മധ്യത്തിൽ, ഇരു കണ്ണുകളുടെയും മധ്യത്തിൽ തന്നെ ഒരു അസ്ത്രം അയച്ചു. അതിൻ്റെ ഈ അസ്ത്രത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ടൊരു തൂവൽ പോലെ ഒരെണ്ണമുണ്ട്. ആ തൂവൽ ഭാഗം മാത്രം പുറത്ത് കാണാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് അസ്ത്രം അകത്തോട്ട് കയറിപ്പോയി. ആ സമയത്ത് ആ ആന
അവിടെ മരിച്ചു വീഴുകയാണ്. അതിനുശേഷം അടുത്തൊരു അസ്ത്രം അയച്ച് ആ ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ തല അറുത്തു പോവുകയാണ്. അതേസമയത്ത് ഭീമൻ ഗദ ഉപയോഗിച്ച് എല്ലാ ആനകളെ ഓരോന്നോരോന്നായിട്ട് അടിച്ചു വീഴ്ത്തുകയാണ്. ഒറ്റയടിക്ക് ആനയെ വീഴുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ആ തല നോക്കി ഒരടി അടിക്കും, ആനയുടെ ആ തല പൊട്ടിച്ചതറുകയാണെന്നുള്ളത്. ചില സമയത്ത് ആനകളുടെ ആ കയ്യും കാലും ഒടിഞ്ഞു വീഴുകയാണ്. ചിലരുടെ തുമ്പിക്കൈ പൊട്ടി വീഴുകയാണ്. അവരെല്ലാം രക്തം തുപ്പി അലറിക്കൊണ്ട് വീഴുകയാണ്. അന്നേരം സാക്ഷാൽ മഹാദേവൻ ആയുധമായിട്ട് സംഹാരമൂർത്തിയായിട്ട് നടക്കുന്ന പോലെ എല്ലാവർക്കും തോന്നി. ഭീമനെ നോക്കിയപ്പോൾ അതായത് സംഹാരകാലത്ത് മഹാദേവൻ നൃത്തം ചെയ്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തോന്നി. ഭീമൻ്റെ ഗദ രക്തം മാംസം ഇതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഭീകരമായിട്ടായിരുന്നു ഭീമൻ യുദ്ധം ചെയ്തുകൊണ്ട്. രക്തം ഭീമൻ്റെ ഗദയിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ ആനയുടെയൊക്കെ മാംസം അതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും അതും വെച്ച് ഭീമൻ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം ആ ആനക്കൂട്ടങ്ങളൊക്കെ ഭയം കൊണ്ട് ഓടാൻ തുടങ്ങി. അന്നേരം ചുറ്റും ആനകളുടെ ശവങ്ങളും കൈകാലുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും ഭീമൻ ഗർജിച്ചുകൊണ്ട് അലറിക്കൊണ്ട് കണ്ണൊക്കെ ചുമന്നുകൊണ്ട് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ദുര്യോധനന് വലിയ ഭയം തോന്നി. എന്നിട്ട് പറഞ്ഞു, ഭീമനെ എത്രയും പെട്ടെന്ന് കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ദുര്യോധനനെ സഹായിക്കാനായിട്ട് നിന്ന എല്ലാവരും കൂടെ ഒറ്റ കൂട്ടമായിട്ട് ഭീമനെ ആക്രമിച്ചു. അപ്പോഴും ഭീമൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് വലിയൊരു കൊടുങ്കാറ്റ് പോലെ എല്ലാ യോദ്ധാക്കളും ഭീമനെതിരെ വരികയാണ്. പക്ഷെ ഭീമൻ അവിടെ നിന്ന് അനങ്ങിയത് പോലും ഇല്ലെന്നാണ്. അതേസമയത്ത് ഭീമനെ സപ്പോർട്ട് ചെയ്ത യോദ്ധാക്കളെല്ലാം ശംഖൂതി ഭീമനെ പ്രോത്സാഹിപ്പിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്ന് കൗരവരുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. പക്ഷെ ഭീമൻ ഒറ്റയ്ക്ക് തന്നെ കൗരവരെല്ലാവരെയും നേരിടുകയാണ് ഗദയും പിടിച്ചുകൊണ്ട്. വീണ്ടും ശത്രുക്കളുടെ ഇടയിൽ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചു ഭീമൻ. എല്ലാവർക്കും തോന്നി ഭീമൻ എന്തോ സുമേരു പർവ്വതം പോലെയാണ്, അനങ്ങാതെ നിൽക്കുകയാണ്. അവരെ അടിക്കുന്ന ഒരു ആയുധം പോലും ഭീമനെ ഒട്ടും ബാധിക്കുന്നില്ലെന്നുള്ളതാണ്. ഭീമൻ്റെ ഒറ്റ ഗദ വെച്ച ഒറ്റ അടിയിൽ തന്നെ എല്ലാവരും മരിച്ചു വീഴുകയാണ്. ആരെങ്കിലും ഭീമനെതിരെ എന്തെങ്കിലും ആക്രമിച്ചാൽ ഭീമൻ ഇങ്ങനെ പൊടി തട്ടി മാറ്റുന്ന പോലെ ഒന്ന് തൂത്തു മാറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഭീമൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യം കൗരവരെ ചവിട്ടി ചതയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആന എങ്ങനെയാണോ ഓരോ മരങ്ങളെയൊക്കെ ചവിട്ടി ചതയ്ക്കുന്നത്, അതേപോലെ ഭീമൻ്റെ ഗദയിലെ ഒറ്റ അടി കൊണ്ട് ഒരു രഥത്തെ ഓട്ടിക്കുന്ന ആൾ, അത് കൂടാതെ ആ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആൾ, എല്ലാവരും ആ കുതിരകൾ എല്ലാം ചതഞ്ഞ് ഒരു പരുവമായിരിക്കുന്നുള്ളത്. അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഭീമൻ കൗരവ യോദ്ധാക്കൾക്ക് നടുവിലായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം കൗരവർക്ക് വലിയ ഭയമായി. അവർ ഭീമൻ്റെ നേരെ നോക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. അവസാനം ദുര്യോധൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടി ദുര്യോധനെ വെല്ലുവിളിക്കുകയാണ്. വീണ്ടും ഭീമൻ ഒന്ന് ചിരിക്കുകയാണ്. അന്നേരം ദുര്യോധൻ്റെ സഹോദരങ്ങളെ വീണ്ടും കണ്ടപ്പോൾ ഭീമന് വീണ്ടും സന്തോഷമായി. ഭീമ ഉടൻ തന്നെ രഥത്തെ കൊണ്ടുവരാൻ പറയുകയാണ്. അന്നേരം രഥത്തിൽ കയറി അതിശക്തമായിട്ട് ഭീമൻ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ഭീമൻ ദുര്യോധൻ്റെ സഹോദരനായ നന്ദകനും തുടർച്ചയായിട്ട് ഭീമനെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഭീമൻ്റെ സാരഥിയായ വിശോകനും ഒരുപാട് മുറിവേറ്റു. അവർ ഭീമൻ്റെ വില്ലിനെ മുറിച്ചു. അത് 2 തുണ്ടമായിട്ട് വീണു. ഇത് കണ്ടിട്ട് ഭീമന് കൂടുതൽ ദേഷ്യമായി.
വീണ്ടും ഒരു ബില്ലെടുത്തു, ഒരു വലിയൊരു ആൾപ്പൊക്കത്തിലുള്ള ഒരു ബില്ലെടുത്തു. എന്നിട്ട് അസംഖ്യ അസ്ത്രങ്ങളെ അയച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അസ്ത്രം കൊണ്ട് ദുര്യോധൻ്റെ ബില്ല് പൊട്ടുകയാണ്. ദുര്യോധന വീണ്ടും ദേഷ്യം വന്നു. ദുര്യോധന വീണ്ടും അടുത്തൊരു ബില്ലെടുത്തു. എന്നിട്ട് ഭീമനെതിരെ അതിശക്തമായിട്ടൊരു അസ്ത്രം അയക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുനഭാഗത്ത് വലിയൊരു കൂടം പോലെയായിരുന്നു. അത് അതിവേഗതയിൽ ചീറിപ്പാഞ്ഞു വന്ന് ഭീമൻ്റെ നെഞ്ചത്ത് നന്നായിട്ട് കൊള്ളുകയാണ്. ഉടൻ തന്നെ ഭീമൻ മുട്ടുകുത്തി ബോധം കെട്ട് വീഴുകയാണ്. ഉടൻ തന്നെ ഭീമനെ സഹായിക്കാനായിട്ട് എത്തിയ പാണ്ഡവ സൈന്യം അസംഖ്യം അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ അയക്കുകയാണ്. ദുര്യോധൻ അതിനെല്ലാം തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഭീമന് സ്വബോധം തിരിച്ചു കിട്ടി. അലറിക്കൊണ്ട് ഭീമൻ 8 അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ അയക്കുകയാണ്. അപ്പോൾ ദുര്യോധനും ദുര്യോധൻ്റെ സഹോദരങ്ങളും എല്ലാവരും തിരിച്ചു അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഉടൻ തന്നെ ധൃതരാഷ്ട്രയുടെ 14 പുത്രന്മാർ ഭീമന് ചുറ്റും നിന്നുകൊണ്ട് അസംഖ്യ അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഭീമൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് അതിമൂർച്ചയേറിയ അസ്ത്രങ്ങൾ തിരിച്ചയക്കുകയാണ്. എല്ലാ ദിശകളിലേക്കും അസ്ത്രം അയക്കുകയാണ്. ലക്ഷ്യമൊട്ടും തെറ്റാത്ത രീതിയിൽ അസ്ത്രം അയക്കുകയാണ്. ആ ഓരോ അസ്ത്രങ്ങളും ഒന്നിൻ്റെ പുറകെ ഓരോരോ ദുര്യോധൻ്റെ സഹോദരങ്ങളുടെ തല അറുത്തുകൊണ്ടേയിരുന്നു. ദുര്യോധൻ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കെ ദുര്യോധൻ്റെ 14 സഹോദരങ്ങളാണ് മരിച്ചു വീണത്. അവരുടെ സുന്ദരമായിട്ടുള്ള കിരീടവും അറ്റ തലകളും പിന്നെ ആഭരണങ്ങളൊക്കെ അവിടെ ഭൂമിയിൽ ചെതറിക്കിടക്കുകയാണ്. നിമിഷങ്ങൾക്കകം 14 സഹോദരന്മാരും മരിച്ചു. എന്നിട്ട് ബാക്കിയുള്ള സഹോദരങ്ങൾ എല്ലാ ദിശകളിലേക്ക് ഓടി എന്നുള്ളതാണ്. ഭീഷ്മർ ഉടനെ ദുര്യോധൻ്റെ അടുത്തെത്തി, ദുര്യോധനെ സഹായിക്കാനായിട്ട് എത്തി. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭീമനെ തടയണം, അല്ലെങ്കിൽ ഭീമൻ നമ്മുടെ എല്ലാ സൈനികരെയും ഇന്ന് തന്നെ തീർക്കും. അങ്ങനെ ഒരു പൊതുയുദ്ധം പോലെ അവിടെ നടക്കുകയാണ്. അങ്ങനെ സന്ധ്യയായി. സന്ധ്യ ആകാറായ സമയത്ത് ഘടോത്കചനും ബാക്കിയുള്ള രാക്ഷസ കൂട്ടങ്ങളും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭീഷ്മർ നോക്കിയപ്പോൾ വലിയൊരു തകർച്ച കൗരവപക്ഷത്തിന് വരുന്നതായിട്ട് കണ്ടിട്ട് ഭീഷ്മർ ശംഖു ഊതുകയാണ്. അങ്ങനെ യുദ്ധം അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അന്നേരം തുടക്കത്തിൽ ഭീഷ്മർ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസത്തിൽ പാണ്ഡവർ വളരെ ഉത്സാഹത്തോടു കൂടിയായിരുന്നു. അതേസമയത്ത് കൗരവരുടെ ഉത്സാഹമൊക്കെ ഏകദേശം മങ്ങി. പാണ്ഡവർ വളരെ സന്തോഷത്തിലുമായിരുന്നു. ഭീമനും ഘടോത്കചനും വളരെ വീരന്മാരെ പോലെ യുദ്ധം ചെയ്ത് എല്ലാവരെയും അവർ രണ്ടുപേരെയും സ്തുതിക്കുമായിരുന്നു. അവർ കാരണം കൗരവപക്ഷത്ത് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇനി ഇനി 5-ാമത്തെ ദിവസത്തെ യുദ്ധത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 5-ാമത്തെ ദിവസത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ധൃതരാഷ്ട്രർ വളരെ വിഷമിക്കുകയാണ്. കാരണം 14 മക്കളും മരിച്ചു. അതുകൂടാതെ ശിബിരത്തിൽ ദുര്യോധനും വളരെയധികം വിഷമത്തിൽ ദേഷ്യത്തിലും ഭീഷ്മരുമായിട്ട് സംസാരിക്കുന്നു. അതെന്തൊക്കെയാണ് നമുക്ക് നാളെ നോക്കാം. നാളെയല്ല, ഇനി അടുത്ത വീഡിയോയിൽ കേട്ടോ. കാരണം അത് ഇന്ന് തന്നെ അടുത്ത ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.